അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഇപ്പൊ വൈറലായിട്ടുള്ള ബേസിൽ ജോസഫും ടൊവിനോ ഒക്കെ പറഞ്ഞ് ബേസിലിന്റെ ഇഷ്ടപ്പെട്ട ഫുഡായിട്ട് പറഞ്ഞ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെമ്മീൻ നിർവാണ, ആ ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെയുണ്ട് നോക്കാം, നമ്മളായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നല്ല ഫ്രഷ് ചെമ്മീൻ വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുരുമുളക്, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയെല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഈ ഒരു മസാലയാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ അത് നമ്മൾ ചെമ്മീനിലേക്ക് ചേർത്ത് പിടിപ്പിക്കുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. അതിലോട്ട് കറിവേപ്പിലേക്ക് ഇട്ട് സെറ്റാക്കിയിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ ചെമ്മീൻ വെച്ച് നല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ചെമ്മീൻ ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയി പോകും. ചെമ്മീൻ്റെ ആ ഒരു ജ്യൂസി ഇതൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നീട് ആ ഫ്രൈ ചെയ്ത ചെമ്മീനിലോട്ട് നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചെമ്മീൻ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച ആ മസാല ഉണ്ടല്ലോ, ചെമ്മീനിൽ ചേർത്ത മസാല, അതും കൂടി ചേർത്ത് ഇതിനെ നല്ല സാവധാനം ഇളക്കി ചേർത്തിട്ട് നമ്മൾ ഒന്ന് കുറുക്കി എടുക്കാൻ വെക്കുന്നത്. അതിനിടയിൽ ഞാൻ ഒരു ബ്ലെൻഡിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ചേർത്തിട്ടുണ്ട്. ആ ഒരു മണമുണ്ടല്ലോ, ആ മണം തന്നെ എന്താന്ന് അടിപൊളിയാണ്. നമുക്ക് ആ ഒരു പച്ച കളറ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ. നേരത്തെ നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ മസാല കുറച്ചുകൂടി കൂടുതൽ വേണം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ആ മണത്തിൽ ആ രുചി നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും രുചിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചപ്പാത്തിയൊക്കെ ഉണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ആദ്യം ഇതിൻ്റെ കറി എടുക്കണം. കറിയല്ല ഗ്രേവി സൂപ്പറാണ്. ഇനിയൊരു ചെമ്മീൻ എടുക്കട്ടെ. ഭയങ്കര ചൂടാകണ്ടില്ലേ, പുക പോന്നു. ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു പീസും ഗ്രേവിയും കൂടിയിട്ട് കഴിച്ചു നോക്കട്ടെ. പൊളി മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കിടില സാധനം. എന്തായാലും നമ്മൾ ഉണ്ടാക്കി സക്സസ് ആയിട്ടുണ്ട്. താങ്ക് യു. ആ ഇൻ്റർവ്യൂവിനും നന്ദി, റെസിപ്പി പറഞ്ഞു തന്ന ഷെഫിനും നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.